എന്നോടധികം സംസാരിക്കരുതെന്ന് ലിജോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. നാളെ സിനിമ ഇറങ്ങുന്നിടത്ത് നമ്മളുടെ സംസാരത്തിന് വലിയ പ്രസക്തിയില്ല. ലിജോ പറഞ്ഞത് ആസ് എ മലയാളി നിങ്ങൾ ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്നാണ്. ലിജോയുടെ തന്നെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ആസ് എ മലയാളി, വീണ്ടും പറയുന്നു, ആസ് എ മലയാളി ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും തല കുനിച്ചിറങ്ങേണ്ടി വരില്ല. ലിജോയുടെ തന്നെ വാക്കുകളാണ്, എൻ്റെ സംവിധായകന്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞങ്ങൾ. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട്, ഓഡിയൻസിലുണ്ട്. ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ, വേൾഡ് വൈഡ്. ഞങ്ങൾ ഇതിനു മുന്നത്തെ സിനിമ ജനഗണമന 4 ഭാഷയിൽ ഇറക്കി, 4 ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആക്കിയതാണ്. അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം മതി എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ ഈ സിനിമ ഇതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്കേ കിട്ടുള്ളൂ. ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റു ഭാഷക്കാരും ഈ സിനിമ കാണാനെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഇറക്കുന്ന സിനിമയാണ്. ഇപ്പൊ ജനഗണമന എന്തുകൊണ്ട് ആ ടൈറ്റിൽ ഇട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ ഒരു പ്രൊമോഷണൽ കണ്ടന്റിന് വേണ്ടിയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളത്. അതുകൂടെ പറയാനാണ്. മലയാളത്തിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയെ ഭയങ്കര പൊക്കിയടിച്ചാൽ അവൻ വന്ന് തിയേറ്ററിൽ പടം കാണുന്നു എന്നുള്ള മിഥ്യാധാരണയൊന്നുമില്ല. നമ്മളൊക്കെ മലയാളികളല്ലേ, നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളിയെ പൊക്കിയടിച്ചാലൊന്നും അവൻ തിയേറ്ററിൽ വന്ന് പടം നല്ലതാണെങ്കിൽ മാത്രമേ അവൻ പടത്തിന് കൈയടിക്കുള്ളൂ. പക്ഷെ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ സംവിധായകന്റെ വാക്കാണ്. ഈ സിനിമ ആസ് എ മലയാളി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് തലകുനിച്ചു പോകേണ്ടി വരില്ല.